അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോ ദി പ്ലാൻ പ്രസന്റ് ചെയ്യുക. പ്ലാൻ പ്രസന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താണ്? അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, അവരുടെ അടുത്ത് അപ്പോയിൻമെന്റ് സെറ്റ് ചെയ്തു, അവരുടെ അടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെൽക്കം ടു വെസ്റ്റീജ്. ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. ഇങ്ങനെയല്ല നമ്മൾ തുടങ്ങേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രീം എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഡ്രീം എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് CEP-ൽ തന്നെ വൈകാതെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. ഞാൻ നോർമലി ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു ഓഡിയോ സീരീസ് ആണ് ഡ്രീം എക്സസൈസ്. വൈ? ബിക്കോസ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ അവർ ഞാൻ പറയുന്നത് കേൾക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന ഒരു സീരീസാണ് ഡ്രീം എക്സസൈസ്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സോ പ്ലാൻ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് 1-to-1 ആണ്. 1-to-1 എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇരുത്തി, അവരുടെ ഫാമിലിയെ ഇരുത്തി അവർക്ക് നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, ഫാമിലി ആയിട്ട് ഇരുത്തിക്കൊണ്ട് പ്ലാൻ പ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ടുകൾ വളരെ കൂടുതലാണ്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഭാര്യയ്ക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഹസ്ബൻഡായിട്ട് ആലോചിച്ചിട്ട് പറയാം. ഹസ്ബൻഡിന് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും, ഞാൻ വൈഫായിട്ട് ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലത് ഫാമിലി ആയിട്ട് ഇരുത്തിക്കൊണ്ട് പ്ലാൻ പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് പാത്ത് വേ ടു പ്രോസ്പെരിറ്റി. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടൂളാണ്. ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു കഥ പോലെ നമുക്കൊരു വ്യക്തിക്ക് പ്ലാൻ പറയാൻ പറ്റും. പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. എങ്ങനെ പ്ലാൻ പറയാമെന്നുള്ളത് ഞാൻ ഇതിൽ കവർ ചെയ്യുന്നില്ല. അത് നമ്മളുടെ ട്രെയിനിങ്, നിങ്ങൾ പേസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് വേണം നമ്മളൊരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വെൽ ഡ്രസ്ഡ് അല്ല എങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷനിൽ നിങ്ങൾ സീരിയസ് അല്ല എന്നുള്ളൊരു മെസ്സേജാണ് അവർ നമുക്ക് കൊടുക്കുന്നത്, അല്ലെ, അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. 1. 2, ഷാർപ്പ് ടൈമിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ ഷാർപ്പ് ടൈമിങ്ങിൽ നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് എത്തുകയും, ആ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇറങ്ങുകയും ചെയ്യണം. മാക്സിമം 45 to 1 hour നമ്മൾ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം. നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുക ഒരു 10 മിനിറ്റ് ഡ്രീം എക്സസൈസ്, ഒരു 10 തൊട്ട് 15 മിനിറ്റോളം നമ്മളുടെ പ്രസൻറ്റേഷൻ, പാത്ത് വേ ടു പ്രോസ്പെരിറ്റി പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ CEO പ്രസൻറ്റേഷൻ. അത് കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ. ദെൻ എന്തെങ്കിലും കൂടുതൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ എടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും ഒരു 1 hour കൂടുതൽ നമ്മളൊരു വീട്ടിൽ സ്പെൻഡ് ചെയ്യാതിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 മണിക്കൂറിൽ കൂടുതൽ ഒരു വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ആ വീട്ടിലുള്ളവർക്ക് ഒരു ഗുഡ് ഇംപ്രഷൻ അല്ല ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ എത്ര വലിയ പൊസിഷനിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും ഒരു വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റും. 1-to-1 ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് ചെയ്യാം. ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതി. വീട്ടിലേക്ക് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം? അതിന് വേറെ സ്ക്രിപ്റ്റ് ആണ്. ഞാനിപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ വീട്ടിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അവിടെയുള്ള എല്ലാ ഡിസ്റ്റർബൻസുകളും എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ലിവിങ് റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ തന്നെ എല്ലാ ഡിസ്റ്റർബൻസുകളും മാറ്റി വയ്ക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, മൊബൈൽ, അതുപോലെ തന്നെ TV, അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും നല്ല പെറ്റുകൾ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നായ്ക്കൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങളുടെ വീട്ടിലാണ് പ്രസൻറ്റേഷൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആവരുത് എന്നുള്ള നിയമമില്ല. നിങ്ങളുടെ വീട്ടിൽ വെൽ ഡ്രസ്ഡ് ആവുന്ന ചില ഒക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ, കേക്ക് കട്ടിംഗ് ആണ്. നിങ്ങൾ ഒരിക്കലും മാക്സി ഇട്ടുകൊണ്ടാവില്ല നിങ്ങൾ അവിടെ ഹോം മീറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഹോം മീറ്റിംഗ് അല്ല, കേക്ക് കട്ടിങ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളുടെ വീട്ടിലൊരു ബിസിനസ് ഇനോഗ്രേഷൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചേക്കാണ്, നിങ്ങൾ അവിടെ മാക്സിയും കൈലിയും കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ആ ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രിപ്പറേഷൻസ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത്
ഒരു പക്ഷേ നിങ്ങളാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലും ഓക്കെ, ഇനി മറ്റൊരാളാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു അപ്ലൈൻ ലീഡറാണ് നിങ്ങളെ ആ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നല്ല രീതിയിലൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് നല്ല രീതിയിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ വ്യക്തിയെക്കുറിച്ച് അവർക്കൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു മതിപ്പ് ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എത്ര മനോഹരമാണെങ്കിൽ പോലും അതിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു 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 എന്താ പറയുക, ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഒരിക്കലും വരുന്നുണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് നിങ്ങളുടെ അപ്ലൈനെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, സോ ഇദ്ദേഹം നമുക്ക് തരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഒരു പ്രോജക്റ്റ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വളരെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക തീർച്ചയായിട്ടും യെസ്, ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്ക് വരുന്നുണ്ടാവും. അല്ല എങ്കിൽ ഇങ്ങനെ എത്ര നല്ല രീതിയിൽ പ്ലാൻ പറഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു മൈൻഡിൽ അവർ ചിലപ്പോൾ ഇരുന്നേക്കാം, വളരെ കാഷ്വൽ മൈൻഡ് സെറ്റിൽ അവർ ഇരുന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പല ആളുകളും നമ്മൾ ഈ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ മൊബൈലിൽ ചിലപ്പോൾ എന്താ പറയുക ക്യാൻഡി ക്രഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ പൊസിഷൻ ചെയ്യണം. എപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങളുടെ അപ്ലൈനെ എന്നാണോ നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ, ഒരു VVIP പരിവേഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് മുതലാണ് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഓൾവേസ് നമ്മളുടെ അപ്ലൈനെ ഒരു മികച്ച ഒരു എന്താ പറയുക, ഒരു പ്രിവിലേജ് ആയിട്ട് വേണം നമ്മൾ എല്ലാവരുടെ അടുത്തും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓക്കെ ഒരു 15 പേരെ ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ ഓക്കെ 15 ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. എപ്പോഴും മനസ്സിലാക്കുക, വിളിച്ചവർക്ക് എല്ലാവർക്കും എത്താൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും എന്താ പറയുക, ചില ആളുകൾ വരാം, ചില ആളുകൾ വരാതിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു നമ്മളൊരു 15 ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 തൊട്ട് 8 ചെയർ മാത്രം അവിടെ അറേഞ്ച് ചെയ്യുക. ബാക്കിയുള്ള ആളുകൾ വരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയറുകൾ മാറ്റി വയ്ക്കുക. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? 15 ചെയർ ഇട്ടു, അതിലാകെ 5 6 ആളുകളാണ് ഉള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ വന്ന ആളുകൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. എന്ത് ഫീലിംഗ് ഉണ്ടാവും? അയ്യോ, ഇവർ കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ മാത്രം ഒരു പണിയില്ലാത്തവരായിട്ട് ഇവിടെ എത്തിപ്പെട്ടു എന്ന് ഉള്ള രീതിയിലേക്ക് എത്തും. ചില ആളുകൾ ഇത് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ആതിഥേയനായിട്ടുള്ള വ്യക്തി എൻ്റെ വീട്ടിലേക്ക് ഞാനൊരു 15 പേരെ ഇൻവൈറ്റ് ചെയ്തു, നിങ്ങളൊരു 15 ആളെ ഇൻവൈറ്റ് ചെയ്തൊരു 5 പേരാണ് വന്നത് എങ്കിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിന്ന് 10-15 പേരെ ഇൻവൈറ്റ് ചെയ്തതാണ്, പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല, നിങ്ങളെന്തായാലും ഇവിടെ എത്തിയല്ലോ, നല്ല കാര്യം. അപ്പോൾ ഈ 5 പേർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിമാന്മാർ, നമ്മൾ മാത്രം എന്തായി ഇവിടെ വന്ന് പെട്ട ആ ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡിലേക്ക് അവരെത്തും. ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഏത് സമയത്തും പറയേണ്ടത് നിങ്ങളെത്തിയതിൽ സന്തോഷം, താങ്ക് യു, അത് മാത്രമാണ് നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാതെ ഇനിയും ആളുകൾ വരാനുണ്ട്, എന്തു പറ്റിയാവോ ആ ഒരു തരത്തിലുള്ള ഒരു കൺസേൺ, ആശങ്ക നിങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് വരാത്തവരെ ഫോൺ ചെയ്ത് എവിടെ എത്തി എന്ന് ചോദിക്കരുത്. അവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹോം മീറ്റിംഗ്, നമ്മൾ അതിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ ബുക്ക് ആൻഡ് പെൻ എടുത്ത് നമ്മൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ആ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള വ്യക്തി, കാര്യം നിങ്ങളുടെ വീട്ടിലേക്ക് അവർ വന്നേക്കണു, 2 നിങ്ങളുടെ ബിസിനസ് ഇനോഗ്രേഷനാണ് അല്ലേ, നിങ്ങളുടെ വീട്ടിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇനി ബാക്കിയെല്ലാം അവർ പറഞ്ഞോളും, ഞാനിപ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് വരാം, ആ ഒരു മൈൻഡിൽ ഉണ്ടാവരുത്. മാക്സിമം ഫുള്ളായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുക. ചായ കാപ്പി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഏറ്റവും ലാസ്റ്റ് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് മാത്രം കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ റോഡ് മാപ്പ് ടു സക്സസ് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ ഏത് ഹോം മീറ്റിങ്ങിൻ്റെയും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹോം മീറ്റിംഗ്.
ഇതിന് പറയുന്ന പേര് ജമ്പിങ് ത്രൂ ദ വിൻഡോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹോം മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ മീറ്റിംഗ് കഴിയുന്ന സമയത്ത് അടുത്ത ഹോം മീറ്റിംഗ് നമ്മളവിടെ ഫിക്സ് ആയിട്ടുണ്ടാവണം. ഹോം മീറ്റിംഗ് എടുക്കുന്ന വ്യക്തികളോടാണ് എനിക്കിത് പറയാനുള്ളത്. ജമ്പിങ് ത്രൂ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം മീറ്റിംഗ് ചെയ്തു, അവിടെ വന്ന വ്യക്തികളായിട്ട് നിങ്ങൾ റിലേഷൻ ബിൽഡ് ചെയ്യുന്നു, അവരുടെ വീട്ടിൽ നിങ്ങൾ ഈ മീറ്റിംഗ് ചെയ്തു കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു സന്നദ്ധത അറിയിച്ച് അവരുടെ മീറ്റിംഗ് അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ജമ്പിങ് ത്രൂ ദ വിൻഡോ, ജനാലയിലൂടെയുള്ള ചാട്ടം എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഹോം മീറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഓർക്കസ്ട്രേഷൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ടീമിൽ നിങ്ങളൊരു പക്ഷേ ഒരു ഹോം മീറ്റിംഗ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങളുടെ ടീമിലുള്ള മറ്റുള്ള വ്യക്തികൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സിനെയും കൂടിയും അവർ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചും കൂടെയും എളുപ്പത്തിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒറ്റ പ്രസൻറ്റേഷനെ കൊണ്ട് 2-3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 2-3 പ്രസൻറ്റേഷൻ ചെയ്തതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പറയുന്നവരാണ് ഓർക്കസ്ട്രേഷൻ. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഹോം മീറ്റിംഗ് വളരെ എഫക്റ്റീവാണ്. പിന്നത്തെ ഒരു ഒബ്ജക്റ്റീവ്, ഏത് മീറ്റിങ്ങിൻ്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ CEO മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യലാണ്. CEO മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സ്ഥലത്ത് നടക്കുന്ന വിന്നിംഗ് ടീം ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് CEO മീറ്റിംഗ്, കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ്. അതിലേക്ക് വിടുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ കൊണ്ടുവന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരെയൊക്കെ നമ്മൾ ആ മീറ്റിങ്ങിലേക്ക് കൂടെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു വലിയൊരു അഡ്വാൻറ്റേജ് CEO മീറ്റിങ്ങിലാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനിൽ പെട്ട വ്യക്തികൾ, പ്രത്യേകിച്ചും ഈ ബിസിനസ്സിൽ വിജയിച്ച വ്യക്തികളെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ CEO മീറ്റിങ്ങിൽ എപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വിജയിച്ച വ്യക്തികൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള പല പ്രൊഫഷനിൽ നിന്ന് പറഞ്ഞ് വിജയിച്ച പല വ്യക്തികളുണ്ടാവും. ആ വ്യക്തികളുമായിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഗുഡ് ഫീൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ലീഡറിന് നിങ്ങളുടെ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇദ്ദേഹം നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഒരു ലീഡർ ഉണ്ടായിരിക്കും, അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാങ്കിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് റിസൈൻ ചെയ്ത വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ആ ഫ്രണ്ടിനോട് പറയാം ഇദ്ദേഹം നിങ്ങളുടെ സെയിം പ്രൊഫഷനായിരുന്നു, ഇന്ന് ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മളെ വെസ്റ്റീജ് ബിസിനസ് ബിൽഡ് ചെയ്ത് വിന്നിംഗ് ടീമിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ബാങ്കിങ് ഫീൽഡിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്തു. അപ്പോൾ ഇന്ന് ഇദ്ദേഹം ഒരു ഫുൾ ടൈം ഫ്രീഡം എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്, 2-3 ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ബാങ്കർ അവർക്കൊരു ഗുഡ് ഫീൽ. കാരണം എന്താണ്, എനിക്കും മിക്കവാറും ഒരു പ്രൊഫഷനുള്ള വ്യക്തികളും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാവും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്കും ഇത് സാധിച്ചേക്കാം എന്നുള്ളൊരു ഫീല് വരുന്നുണ്ടായിരിക്കും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു CEO മീറ്റിങ്ങിലാവട്ടെ കോമൺ മീറ്റിങ്ങിലാവട്ടെ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യേണ്ടത് അവിടെയുള്ള സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ് ആയിട്ടാണ്. അതല്ലാതെ ചിലപ്പോൾ ചില മീറ്റിങ്ങുകളിൽ സൈഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ എന്താ പറയുക കോപ്പി റൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ചില ടൂൾസ്, ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റീജിൻ്റെ ഫ്ലാഗുകൾ, വെസ്റ്റീജിൻ്റെ ടാഗുകൾ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തികളെ കാണാം. ചിലപ്പോൾ ഒരു പക്ഷേ വെസ്റ്റീജിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചില വ്യക്തികൾ അങ്ങനെയും പ്രൊമോട്ട് ചെയ്തെന്ന് വരാം. ഒരു പക്ഷേ ഒരു കാര്യം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു, വിന്നിംഗ് ടീമിൻ്റെ CEO മീറ്റിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവിടെയുള്ള സക്സസ്ഫുൾ ലീഡേഴ്സിനെയാണ്. അല്ലാതെ ഒരു തരത്തിലുള്ള സൈഡ് ബിസിനസ്സുകളെയും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു കാരണവശാലും പ്രത്യേകിച്ച് അവിടെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ സക്സസ്ഫുൾ ലീഡേഴ്സിനെ നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ അവർ ചിലപ്പോൾ വേറെ രീതിയിൽ വേറെ മൈൻഡിലേക്ക് ചിലപ്പോൾ പോയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഷോ ദി പ്ലാൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്.